ഡെവലപ്പറിന്റെ പേരും പറയുന്നില്ല. പറഞ്ഞോ ഇപ്പൊ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്, നാട്ടിലെ ഒരു ഗ്രൂപ്പ്, അവര് ഇവിടെ ദുബായ് സൗത്തില് പറയണ്ട അതാണ് നമ്മൾ ട്രിവാൻഡ്രം ബാലപ്പി ബൈപ്പാസ്, അത് അവർ ശരിക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 25 വർഷം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. ഓ വെരി നൈസ്, അമേസിംഗ്. ഒരു ട്രില്യൺ കൺസൾട്ടന്റ് ആണെങ്കിൽ ബുദ്ധി വേണം, മെമ്മറി വേണം, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെൽക്കം ടു വെൽത്ത് കോറിഡർ. നമസ്കാരം, എൻ്റെ പേര് RV. എൻ്റെ പേര് മുഹമ്മദ് സോഹേബ്. നമ്മുടെ ഇന്നത്തെ ചർച്ച, ഐ വോണ്ട് യു ടു എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്ത കാര്യം. 2023 നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മളിൽ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ സേവ് ചെയ്ത എമൗണ്ട് അന്നത്തെ ക്ലോസ് ടു 50 ലക്ഷം രൂപ. നമ്മളങ്ങനെ 2 വർഷം കൊണ്ട് അത് ഇരട്ടിച്ച് 1 കോടി രൂപയാക്കി. യു ടെൽ ദ ജേർണി അബൌട്ട് ഇറ്റ്. ദുബായിൽ നിങ്ങൾ കുറേ സ്റ്റോറീസ് കേട്ടിട്ടില്ലേ? 0 വെച്ച് വന്നു, കോടീശ്വരനായി. കുറേ പേര് ഫേക്ക് സ്റ്റോറീസും ഉണ്ട്, പക്ഷെ കുറേ പേരിലത് റിയൽ സ്റ്റോറീസും ഉണ്ട്. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഓഫ് മൈൻ 0 ബെഡ് സ്പേസിനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ജേർണി ആരും അറിയുന്നില്ല. ആ ജേർണി എങ്ങനെ, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ കോറിഡോർ. ഇറ്റ്സ് കണക്ഷനിലെ കോറിഡോർ എന്താണ്? ഒരു കണക്ഷനാണ്. സോ ഈ ജേർണി എങ്ങനെ, എനിക്ക് 17 വർഷം എടുത്തു. പക്ഷേ കഴിഞ്ഞ വർഷം mid-20s പിള്ളേർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ഓക്കെ, ഒരു 5 mid-20s പിള്ളേരെ എനിക്ക് മില്യനേഴ്സ് ആക്കാൻ പറ്റി. അതെങ്ങനെയാണ്? ദേ ക്രോസ് 100 million സെയിൽസ്. യഷ് കുംതേക്കാർ ഫ്രം പൂനെ, തൻവീർ ഖാൻ ഫ്രം മുംബൈ, ഒരു കാമ്രാൻ. സോ അങ്ങനെ മൾട്ടിപ്പിൾ 5 പേരുണ്ട്. ഓക്കെ, അവർ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇന്ന് വലിയ കാറും വീടും ഒക്കെ ആയിട്ട് നടക്കുക. എങ്ങനെ യുനോ? അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ട്രൈ ആൻഡ് ടെൽ യു സം ടൂൾസ്. ഓക്കെ, അപ്പോൾ നൗ ഐൽ ഗെറ്റ് ടു ദ RV ചോദിച്ച ചോദ്യം. ഓക്കെ, ഒരു 50 ലക്ഷം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഡബിൾ ചെയ്ത്? ഓക്കെ, എനിക്ക് കുറേ വർഷം എടുത്തു. ഓക്കെ, ഐ ഹാഡ് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. ഐ വോണ്ട് യു ടു കൈൻഡ് ഓഫ് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ സ്ട്രഗിൾസിൽ വേ ദ നമ്പർ ഓഫ് ടൈംസ് യു ആക്ച്വലി ഗോൺ ഡൗൺ, ബട്ട് ബിക്കോസ് ദുബായ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബൗൺസിങ് ഇല്ലേ തിരിച്ച്, അതിനെ ഹൗ ദുബായ് ഹെൽപ് യു വിത്ത് ദാറ്റ്, അതൊന്ന് ജസ്റ്റ് ടെൽ ദം. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ സക്സസ് സ്റ്റോറി പറഞ്ഞിട്ട് ഐ വോണ്ട് യു ടു ടച്ച് ഓൺ ദ പെയിൻ പോയിന്റ്സ്. ലൈക്ക് എന്താണ് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലോ. തുടങ്ങി, ക്രാഷ് ചെയ്തു, പിന്നെ യു സ്റ്റാർട്ടഡ് സംതിങ്, ബട്ട് എവറി സിംഗിൾ ടൈം ഇത് തിരിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ സമയം കുറഞ്ഞു പോയി ബിക്കോസ് ഓഫ് യു എക്സ്പീരിയൻസ്, നോളജ്. വാട്ട് ഹെൽപ് യു ദർ? നോളജ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ? ഒരു ബ്രീഫ് ഐഡിയ ഞാൻ തരാം. ഓക്കെ, സോ ഞാൻ തുടങ്ങിയത് ഫസ്റ്റ് ജോബ് 2009 ഞാൻ വന്നത്. അപ്പോൾ ജോലി ചെയ്യണം, പൈസ സമ്പാദിക്കണം. എനിക്ക് അതിന് മുമ്പ് ഐ വാസ് വർക്കിംഗ് ആസ് എ സെയിൽസ് കോച്ച് ബാംഗ്ലൂരിൽ. ഐ വാസ് എ സെയിൽസ് കോച്ച് ഇൻ BPO കോൾ സെൻറ്ററിൽ. അപ്പോൾ സെയിൽസ് കമ്മ്യൂണിക്കേഷൻ എൻ്റെ സ്ട്രോങ് ആയിരുന്നു. ഐ വർക്ക് ഓൺ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് ദുബായിൽ പഠിച്ച് പറഞ്ഞ കാരണമല്ല, ദുബായിൽ പക്ക മലയാളി സ്കൂളായിരുന്നു. ദുബായിലെ മലയാളം സിലബസിലാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, എൻ്റെ ക്ലാസ്സിൽ ഒരൊറ്റ ആൾക്ക് പ്രോപ്പർ ഇംഗ്ലീഷോ നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം മലയാളികൾ തന്നെ. ഓക്കെ, പക്ഷേ ഞാൻ ഐ വർക്ക്ഡ് ഓൺ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നാട്ടിലും ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. തൃശ്ശൂരിൽ ഞാൻ CMSലാണ് പഠിച്ചത്. പിന്നെ കോയമ്പത്തൂരിൽ ഫ്രീ ആയിട്ട് ഞാൻ പഠിച്ചത്. എനിക്ക് മെറിറ്റിൽ കിട്ടി. ബട്ട് ഐ റിയലി വർക്ക്ഡ് ഓൺ മൈ കമ്മ്യൂണിക്കേഷൻ. ഐ ന്യൂ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഗിവ് മീ ഫ്രീഡം. തുടങ്ങിയത് ഞാൻ ഫസ്റ്റ് ജോബ്, മലയാളികൾക്ക് നല്ല ജോബ് കിട്ടില്ല ദുബായിൽ, അതാണൊരു സത്യം. ബിക്കോസ് വി ആർ കൺസിഡർഡ് ദി അണ്ടർ ഡോഗ്സ്. ഒരു മലയാളി, ഒരു CA പോലും ഒരു ജോബ് ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് 3000, 5000 ആ ഒരു സ്ലാബാണ്. ബിക്കോസ് വി ആർ ലുക്ക്ഡ് അറ്റ് കഫറ്റീരിയ പീപ്പിൾ പോലെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ സ്ലാബ്സ് കയറണം, ഒരു ലെവലിൽ എത്തിയാൽ ദെൻ വി ആർ ടോപ്പ്. പിന്നെ വി ആർ അക്സെപ്റ്റഡ് ബിക്കോസ് വി ഹാവ് ടു ക്രോസ് ബാരിയേഴ്സ്. വെള്ളക്കാർ, അറബികൾ, കുറേ ബാരിയേഴ്സ് ഉണ്ട്. ആദ്യം ഫിലിപ്പീനോ. സോ എനിക്ക് ആദ്യം കിട്ടിയ ജോബ് എന്ന് പറഞ്ഞാൽ ബുക്ക് വിൽക്കലായിരുന്നു. ഐ ടു സെൽ ഡോർ ടു ഡോർ എൻസൈക്ലോപീഡിയ വിൽക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ കണ്ടു 20,000 ദിർഹം വരെ സമ്പാദിക്കാം. അവർക്ക് 20,000 ദിർഹം, എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ അവിടെ പോയൊരു ബംഗ്ലാദേശിൻ്റെ കമ്പനിയായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത്, ആ സമയത്ത് നമ്മൾ 20,000 ശമ്പളം എന്ന് കേട്ടപ്പോൾ ആദ്യത്തോടെ ശമ്പളം. പിന്നെ അവിടെ പോയപ്പോഴാണ് അവർ പറഞ്ഞത്, അല്ല 20,000 വരെ സമ്പാദിക്കാം, ഇതൊക്കെയാണ് ഹാക്സ്. പക്ഷെ അവർ കുറച്ച് ഇങ്ങനെ ഹാക്സ് ട്രിക്സൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ കുറേ നല്ല ഫ്രണ്ട്സ് എനിക്ക് കിട്ടി. അവർക്ക് കാസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ നമുക്ക് കാറും ഇല്ല, ഒന്നുമില്ല, പൈസയും ഇല്ല. കുറേ നല്ല ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് കുറച്ചൊരു ഐഡിയ കിട്ടി, മാപ്പ് ഗൈഡൻസ്. ഇപ്പം 2009 കംപ്ലീറ്റ് ഗ്ലോബൽ കൊലാപ്സ് ആയ കാരണം
I saw Imar was hiring. So അവിടെ they said minimum 3 years work experience. നമ്മുടെ കയ്യിൽ വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ലോക്കൽ വർക്ക് എക്സ്പീരിയൻസ്. ബട്ട് ഐ വെൻ ദർ, ഐ ട്രൈഡ്, ഐ സ്പോക്ക്. അപ്പോൾ എൻ്റെ ഒരു എനർജി, എൻ്റെ ഒരു അംബിഷൻ കണ്ടിട്ടില്ലേ, ഹങ്കർ കണ്ടു. സോ ഐ മെറ്റ് അല്ലബാറിൻ്റെ സൺ ഇൻ ലോ, അന്ന് ബ്രയൻ എത്തിമാലായിരുന്നു അവൻ്റെ പേര്. ഐ മെറ്റ് ബ്രയൻ. ആൻഡ് ഇന്ന് വലിയ ഒരു കമ്പനി നടത്തുന്ന ആൾ ഉമർ ഫറൂഖ്. ഹി റൺസ് OBG, വൺ ബ്രോക്കർ ഗ്രൂപ്പ്, ബിഗ് കമ്പനി, വെരി ബിഗ്. സോ ഹി വാസ് എ സെയിൽസ് മാനേജർ ദെൻ. ഹി ടോൾഡ് മീ, എടാ ഐ സീ സംതിങ് ഇൻ യു, ഐ ഗിവ് യു എ ചാൻസ്. ആ ഒരു ചാൻസിലാണ് പിടിച്ചത്. നമ്മൾ ആ തുരുമ്പിൽ പിടിച്ചു. ഓക്കെ, ബിക്കോസ് ദിസ് ഇസ് വാട്ട് വി ആർ ഗുഡ് അറ്റ്, റൈറ്റ്? ആൻഡ് അവിടുന്ന് ഐ ലേൺ ദ ബിസിനസ്. ആദ്യം നമ്മൾ പഠിച്ചു ലീസിങ്, സെയിൽസ്, ലൊക്കേഷൻ. ദുബായ് മറീനെ ഞാൻ പിടിച്ചു, ഒരു ലൊക്കേഷൻ പിടിച്ചു. Am I boring you? No. Yeah, അല്ല, what made you come back to Dubai? Because എല്ലാവരും ഈ കാനഡ, US, ആ ഒരു ഓസ്ട്രേലിയ, ആ ഒരു ട്രെൻഡൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ 2000 മുതൽ 2010 വരെ. സോ ദുബായിൽ തന്നെ വരണം എന്ന്, അതാണ് എൻ്റെ മനസ്സിൽ ഓടിയിരുന്ന ഒരു ചോദ്യം. എന്തുകൊണ്ട് ദുബായ്? അന്ന് ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെ വന്നു? എനിക്ക് ദുബായിൽ തിരിച്ചു വന്നിട്ട് ഐ വോണ്ട് ടു ഡു സംതിങ്. ദിസ് ഇസ് എ ഫണി സ്റ്റോറി. ഓക്കെ, ഞാൻ സ്കാം ആയതാണ്. സോ ബിക്കോസ് ഞാൻ എൻ്റെ എല്ലാ സേവിങ്സ് എടുത്തിട്ട് ഞാൻ വർക്ക് ചെയ്ത് HSBCൻ്റെ BPOയിലായിരുന്നു. അപ്പോൾ UK ഒരു ടീം വന്നു. ദേവലക്കാട് യോസ് ഫാൻറ്റാസ്റ്റിക് ഇൻ സെയിൽസ്. എനിക്ക് എന്നെ ഡയറക്റ്റ് പോച്ച് ചെയ്യാൻ പറ്റില്ല, UK വന്ന ജോലി തരാമെന്ന്. അപ്പോൾ ഞാൻ അവിടെ കാർഡൊക്കെ എടുത്തു. പിന്നെ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് UK പോകാനുള്ള ഏറ്റവും ചീപ്പ് വേ എന്താണ്. അപ്പോൾ എന്തോ ഒരു 1 year കോഴ്സൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഏജൻസിയിൽ പോയി. സോ ഐ ഹാഡ് എ ചോയ്സ്, ഒന്നെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ UK ഒരു 1 year കോഴ്സ് എടുത്തിട്ട് പോവാം. അപ്പോൾ ഐ വാസ് ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. IELTS പാസ്സായി കൊടുത്തു. അവർ ആ ഏജൻസി പറയുകയും ചെയ്തു, എടാ നിനക്ക് ജോലിയൊക്കെ വിടാം. ജോലിയും വിട്ടു. പിന്നെ ആ കമ്പനിയും പോയി, വിസയും പോയി, 10 പൈസ ഇല്ല. എവറിത്തിങ് ഇറ്റ് ഡിസ്ട്രോയ്ഡ് മീ. പിന്നെ when I went to apply for a job again, job ആരും തരണില്ല. Then I had helped a friend to get a job in Emirates. So ആ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ദുബായിലോട്ട് വാ. പിന്നെ കോളേജിൻ്റെ ഒരു ഫ്രണ്ട്, അവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തു. എങ്ങനെയൊക്കെയോ ഫ്ലൈറ്റ് ടിക്കറ്റ് പിടിച്ചു, ദുബായിലോട്ട് എത്തി. പിന്നെ സെയിം ഫ്രണ്ട്സിൻ്റെ ഒരു ബെഡ് സ്പേസ്, ഹി കോൾ മീ ടു എ ഫ്രണ്ട്, ഒരു ബെഡിൻ്റെ സ്പേസ് കിട്ടി. ദാറ്റ്സ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ്. ദെൻ അപ്പോൾ ഈ ദുബായ് മറീനെ നമ്മൾ പിടിച്ചു. ഓക്കെ, ഹാംപ്ടൺസിൽ. And I started earning 20,000-30,000 dirhams a month, which was, for me, it was like, like I was 21 years old. But the changing point in life was around 2013. എനിക്കൊരു മെൻറ്റോറിന് കിട്ടി, who understood these tools. അപ്പോൾ ആളുടെ പേര് സമീർ മുൻഷി. ഇന്നും ആളൊരു കൊമ്പൻ, പുലി എന്നൊക്കെ പറയില്ലേ, കൊമ്പൻ. ബാംഗ്ലൂരിന് ആൾ, പുലി എന്ന് പറഞ്ഞത്. ഹീ ന്യൂ ദീസ് tricks, these tools. Leverage trading. The game was leverage trading. ആളിൽ ഒരു ഡൽഹിക്കാരുണ്ടായിരുന്നു, പേര് ഞാൻ പറയില്ല, ഫ്രം ഡൽഹി. ഹി ടുക്ക് a 100 million loan on 25% interest. So the Delhi guy used to export gold from Africa. One of the main gold exporters ആയിരുന്നു. And ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ, എടാ ഇതൊക്കെ നമ്മുടെ തോട്ടിൻ്റെ കാലം, it's gone, right? So he took a 100 million dirham loan on 25%, and I'm like, how do you live? And he's because like, you can't even fathom ആ ഒരു എമൗണ്ടിലേക്ക് 25%, right? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, Zohaib, pressure is a privilege. The amount of stress grows you. If you can take that pressure, how will I? ഇപ്പം എനിക്ക് അറിയാം എനിക്ക് 25% കൊടുക്കണം, right? So I'll think, how can I make 50%? The guy used to make 100% of things. Can you imagine? This guy, he's one of the biggest land banks. അപ്പോൾ നിങ്ങൾ കാണുന്ന ഡെവലപ്പേഴ്സ് ഇല്ലേ, ഈ സമാന, ഡാന്യൂബ്, സോയ, ഇംതിയാസ്. സോ സമീർ ഭായിൻ്റെ ലാൻഡിലാണ് ഇവർ ഡെവലപ്പ് ചെയ്യുന്നത്, അഗൈൻ ഇൻ എക്സ്ചേഞ്ച് ഓഫ് equity. So this guy does nothing. He buys lands, developer builds on it, he gets his equity in exchange. He gets the money, buys the next plot. One of the biggest land banks. So every time you see Samir Bhai, latest Rolls Royce, latest Ferrari in cash bought, the guy lives, he doesn't do anything. Now he doesn't do anything because why? He took that risk. So he changed my life. So എല്ലാവർക്കും ഒരു മെൻറ്റോർ വേണ്ട. അപ്പോൾ എൻ്റെ മെൻറ്റോർ സമീർ ഭായ് ആയിരുന്നു. അപ്പോൾ സമീർ ഭായ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചാൽ, ബിക്കോസ് അറ്റ് എവറി ടൈം ഈസ് ലൈക്ക് ഹി ന്യൂ ഫോറക്സ് എന്താണ്, ഏത് സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ലെവറേജ് ട്രേഡിംഗ് ഞാൻ ചെയ്യണം, ഏത് പ്രോഡക്റ്റിലാണ് എത്ര പൈസ ഇടണം, ഏത് പ്രൈസിൽ വിൽക്കണം. ഹീസ് എ ക്ലിയർ സ്ട്രാറ്റജി, എവറിത്തിങ് ഹാഡ് എ ക്ലിയർ സ്ട്രാറ്റജി.
I made my first million dirhams when I was 23 years old. അപ്പോൾ ഡോണ ടവേഴ്സ് എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട് സിലിക്കോൺ ഓയസിസിൽ. അപ്പോൾ 2 ടവറും വിറ്റ് ഞാനായിരുന്നു. സോ അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ദ സെല്ലർ വാസ് ഇറ്റാലിയൻ കോൾ ഫ്രാങ്കോ ഫെവില, ബയർ വാസ് സമീർ ബായ്. He decided in 2 minutes, 121 million dirhams in a deal, 2 minutes, you know. And so അപ്പോൾ ഞാൻ ലേൺ ചെയ്തൊരു കാര്യമുണ്ട്. മേക്കിംഗ് മണി ഈസ് എ ഡിഫറെൻറ്റ് സ്കിൽ, സേവിങ് മണി ഈസ് എ ഡിഫറെൻറ്റ് സ്കിൽ, ഇൻവെസ്റ്റിംഗ് മണി ഈസ് എ ഡിഫറെൻറ്റ് സ്കിൽ. എല്ലാവർക്കും ആ സ്കിൽ സെറ്റ്സ് ഇല്ല. എനിക്ക് മേക്കിംഗ് മണീൻ്റെ സ്കിൽ ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റിങ്ങും സേവിങ്ങിൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ആ പൈസ എല്ലാം പോയി. അതാണ് അതിൻ്റെ ഒരു moral of the story. Now coming to your initial question, where did I start making money? Okay, so finally kore ups, downs, learning curves, make money, lost money. First time you lose money, right? When you don't respect money, money doesn't respect you. Okay. Biggest mistake, because see, നമ്മുടെ മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, പൈസ നമുക്ക് ആവശ്യമില്ല, പൈസ എല്ലാം മുഖ്യം, പൈസ നമുക്ക് തേവയില്ല, നമുക്ക് ആവശ്യമില്ല, നമുക്ക് എന്ത് സമാധാനം വേണം, നമുക്ക് ലവ് വേണം, നമുക്ക് പൈസ, അങ്ങനെ പറഞ്ഞാൽ ഇറ്റ് ഗോസ് ടു ദി യൂണിവേഴ്സ്, കംസ് ബാക്ക് ടു യു. I realized these are again some things that I learned. ഈ ഒരുപാട് കാശ് ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തോ ഒരുപാട് എന്താ അൺഹാപ്പിനെസ് ലൈഫിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ പല ആൾക്കാരും പറയാറുണ്ട്, എന്തിനാണ് ഇത്രയും ഇങ്ങനെ ഇത് ചെയ്യണത്, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിക്കൂടെ, ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിക്കൂടെ, അതാണ് എന്തിനാണ് ഇങ്ങനെ ഈ ഭ്രാന്ത് പിടിച്ചിട്ട് ഈ കാശ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാൻ നിൽക്കണം, ഇപ്പോഴും ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? കൾച്ചറലാണ്. അഗൈൻ മിസ്റ്റേക്ക്, ഇറ്റ്സ് എ റോങ് തിയറി. You need to believe in the theory of abundance. I believe in abundance. And it's not like, because when God blesses me, I'm able to bless people. Like, because I'm able to share my blessings. Your knowledge is sharing your blessings. ഇപ്പോൾ I found purpose in life. എടാ എനിക്ക് എത്ര ഹാപ്പിനെസ് ആണ് അറിയോ. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങുമ്പോൾ യു ആർ ഏബിൾ ടു പ്രൊവൈഡ് ജോബ്സ്. ഒരുപാട് കുടുംബങ്ങൾ ബിക്കോസ് ഓഫ് യു ഇറ്റ്സ് ചേഞ്ചിങ്. I'll give you a simple ഒരു നല്ല വേറൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സോ ദ ഗായ് ബിഹൈൻഡ് ദ ക്യാമറ, ഓക്കെ, പേര് പ്രണവ്, കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, വെൻ ഹീ extremely talented kid, extremely talented boy. Now he I still remember he sent me an Instagram message. He came to Dubai. ക്യാമറ സ്കിൽസ് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ സ്കിൽസ് ഉണ്ടായിരുന്നു, പക്ഷേ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാരണം ജോലി കിട്ടിയില്ല. 6 മാസം സ്ട്രഗ്ലിങ്, ആരും ജോലി കൊടുക്കണില്ല. അവസാനം ഡെസ്പറേറ്റ് ആയിട്ട്, വൈ ഐ എം ടെലിംഗ് ദ സ്റ്റോറീസ് ദിസ് മൈറ്റ് ബി thousands ഓഫ് മലയാളികളുടെ സ്റ്റോറിയാണിത്. ഓക്കെ, thousands ഓഫ് മലയാളീസ് സ്ട്രഗ്ലിങ്, ജോലി കിട്ടണില്ല. അവസാനം കോംപ്രമൈസ് ചെയ്യും. എന്നൊരു 2000 തരത്തിന് സാലറി, 3000, ഇതൊക്കെ തെറ്റാണ്. ദിസ് ഇസ് വൈ വി ആർ ഹിയർ, റൈറ്റ്? ഇവൻച്വലി ഗതി കെട്ട് ഹീ വെൻറ്റ്, അന്ന് മക്തൂം എയർപോർട്ടിൽ 1000 തരത്തിന് ജോലി ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഒരു പ്രോബ്ലം ഈസ്, ദ ട്രൂത്ത് ഈസ്, ഒരു 1000 തരത്തിന് സാലറി വെൻ യു വർക്ക്, not in every place but in most places, you're mistreated. The problem is not about the money. Problem is about unfair treatment. You're treated like a tappara. Right? Understood? Adana pressure. Respect illade. And if you work without respect for a large number of years, this is a very cruel world. You will be, the upper class will try to put you on in that place. Adu break cheyanam. Adu engane break cheya, right? If I tell you, okay, in a span of 3 years, each second, okay, earns, I don't know, more than 10 grand a month, drives a Mercedes C200, his parents are well taken care of, vishwasikan pattu. But it's unbelievable. I don't think if he tells the story to somebody believe him. They'll think avarenda paraya fake aanu, rented vandi aanu, idokka noonayanu. This is what people say, right? Idokka this is just this porgile story angodu maanju povum. Idu mathram edutittu oh ennu parayum. What I've realized is with this power, with knowledge, you can change people's lives. About our theory of abundance, having that power is our mindset. Appo nammude story 50 ലക്ഷം. ഓക്കെ, അപ്പോൾ 21 ഈ ഇമാർ, സോ അത് വേറൊരു ബിഗ് മിസ്റ്റേക്ക്. ഓക്കെ, നമ്മുടെ മിക്ക മലയാളികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ നാട്ടിലെ ഡെവലപ്പേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. ഒരു പേടിയാണ് ഗൾഫ്. ഞാൻ അതിലേക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ പ്ലീസ്.
നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, നാട്ടിലെ പേരിലെ ഡെവലപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്ത് നാട്ടിലെ ഡെവലപ്പേഴ്സ് ദുബായിൽ വന്നാലും നാട്ടിലെ ഡെവലപ്പേഴ്സ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു റീസെന്റ് സ്റ്റോറി ഞാൻ കണ്ടു. ഞാൻ അതുകൊണ്ട് ഡെവലപ്പറിന്റെ പേരും പറയുന്നില്ല, ഒരു പ്രോമിനന്റ് പറഞ്ഞോ ഇപ്പൊ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്, നാട്ടിലെ ഒരു ഗ്രൂപ്പ്, അവര് ഇവിടെ ദുബായ് സൗത്തിൽ പറയണ്ട, അതാണ് നാട്ടിൽ പറയാം വേണോ അത് വേണം. നാട്ടിലെ ഒരു പ്രോമിനന്റ് ഗ്രൂപ്പ് ഇവിടെ വന്നിട്ട് അവർ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയാം, ഒന്നോ രണ്ടോ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരിവിടെ വന്നു, ഭയങ്കര ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പം ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ, നമ്മൾ എപ്പോഴും ഈ ഇൻഡസ്ട്രിയിലുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് പഠിക്കുമല്ലോ, ഞാൻ പ്രോജക്റ്റ് ഒന്ന് പഠിച്ചു. 70-30 പേയ്മെൻറ്റ് പ്ലാൻ. ഓക്കെ, 2028 ആണ് ഹാൻഡ് ഓവർ. അപ്പോൾ എന്താണ്, കൺസ്ട്രക്ഷൻ സമയത്തിന് 70, അപ്പോൾ ഒരു 2 ബെഡ് എടുക്കുകയാണെങ്കിൽ ഒരു 1.3 എന്ന് എടുത്തോളൂ. എത്ര, 70% അതിൻ്റെ ഒരു 800-850K അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നാട്ടിലെ 2 കോടി രൂപയായി. എന്നിട്ട് ഇങ്ങനത്തെ ഒരു പുതിയ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ മോശമായിരിക്കും. വിച്ച് യു വിൽ ബി എക്സ്പ്ലെയിൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താണെന്ന് യു ക്യാൻ എക്സ്പ്ലെയിൻ. പഠിക്കണം നമ്മൾ. ആ ലൊക്കേഷൻ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ, ആ ലൊക്കേഷൻ്റെ ചുറ്റത്ത് നമ്മൾ ഡീൽ ചെയ്യണ ഡെവലപ്പേഴ്സ് ഉണ്ട്, നമുക്ക് സ്പെഷ്യൽ പേയ്മെൻറ്റ് പ്ലാൻസ് ഉള്ളത്. നമ്മുടെ പേയ്മെൻറ്റ് പ്ലാൻ 25-75 അപ്പോൾ എത്രയാണ്, കയ്യിൽ നിന്ന് 25% റിസ്ക് വരുന്നുള്ളൂ. ഇതേ ഹാൻഡ് ഓവർ പീരീഡ് ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും കാശ് കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ഈ കൺസർവേറ്റീവ് ഫിഗേഴ്സ് എടുത്താൽ പോലും റിസ്ക് അത്രയും കുറവല്ലേ. അപ്പോൾ ആൾക്കാർ എന്താണ്, ഈ ഒരു ഇത് കണ്ടിട്ട് ഒരു നോളജും ഇല്ലാതെ പേയ്മെൻറ്റ് പ്ലാനോ ഡെവലപ്പറിനെയോ ഗൈഡൻസോ എടുക്കാതെ അതിൽ പോയി ചാടിയിട്ട് ഇനി ഈ വീഡിയോ വൈറലാകുമ്പോൾ എല്ലാവരും കൂടി അതിൻ്റെ പുറകെ പോകും. ആൻഡ് ഓപ്പർച്യൂണിറ്റി, ഈ ഹാർഡ് ഏൺ മണി അത് ഒരു 40 ലക്ഷം രൂപ 80 ആക്കണതിന് പകരം 40-45 പോയിട്ട് അവിടെ തീർന്നു. ദാറ്റ്സ് വൈ അതാണ് ഞാൻ പെട്ടെന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തത്. മാത്രമല്ല സ്കൈ ലൈൻ, പിന്നെ ശോഭ, അഗൈൻ ഇവർ മോശമായ ഡെവലപ്പേഴ്സ് ആണ് അല്ല ഞാൻ പറയുന്നത്. അഗൈൻ ഈ പോഡ്കാസ്റ്റിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ നോളജ്. ദർ ആർ ലോട്ട് ഓഫ് powerful government developers. They shape Dubai. Imar shapes Dubai. Nakhil shapes Dubai. Miras, Maitan, ഇവരൊക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, ഇവർ ഏത് പ്രോജക്ട്സാണ് ചെയ്യണത്, ഏത് ലൊക്കേഷൻസിലാണ് ചെയ്യണത്, അത് ഇതിൻ്റെ ഒരു നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ, ആരും വിശ്വസിക്കാത്തൊരു സ്ഥലം, ദുബായിൻ്റെ ഒക്കെ അടുത്ത്, പഴയ ദുബായിൻ്റെ അടുത്ത്, പക്ഷേ ഒരു ഓഷ്യൻ ഫ്രണ്ടിലായിരുന്നു. ഇമാർ ഒരു പ്രോജക്റ്റ് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് പ്രൈസ് ഭയങ്കര ലോ ആയിരുന്നു, പുതിയ ലൊക്കേഷനല്ലേ. ആൻഡ് ആ സമയത്ത് ഇമാർ നല്ല പേയ്മെൻറ്റ് പ്ലാൻസ് തരണ്ടായിരുന്നു. ലെവറേജ് ട്രേഡിങ്, അപ്പോൾ ഇവിടെയാണ് ലെവറേജ് ട്രേഡിങ് എന്താണ് മനസ്സിലായി. റിട്ടേൺ എക്വിറ്റി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം നമ്മൾ എത്ര പൈസ ഇടണം, അതാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ബിക്കോസ് നമ്മുടെ ഒരു നാട്ടിൽ കോൺസെപ്റ്റ് പറഞ്ഞാൽ 1 കോടിൻ്റെ വീടാണെങ്കിൽ നമ്മൾ 1 കോടി നമുക്ക് ആവശ്യമുണ്ട്. 1 കോടി 6 മാസത്തിലെ കരാറിൽ നമുക്ക് 1 കോടി തന്നെ പൈസ ഇടണം. ദുബായിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലെവറേജ് ട്രേഡിങ് ഓഫ് പ്ലാൻ. എന്ന് വെച്ചാൽ 1 കോടിൻ്റെ വീടിൽ നിന്ന് നമ്മൾ 10-20 ലക്ഷം മാത്രമേ ഇടുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഈ കേസിൽ, ഇമാറിൻ്റെ കേസിൽ ആ സമയത്ത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 2 ബെഡ് ആയിരുന്നു. ഇറ്റ് വാസ് അറൗണ്ട് 1.8 million. എനിക്ക് വിതിൻ 3 years ഇടുന്നത് ടോട്ടൽ വാസ് അറൗണ്ട് 900,000 dirhams. 900,000 dirhams എത്ര വരും ഒരു നാട്ടിൽ? 900,000 എന്ന് പറഞ്ഞാൽ 2.25 കോടി. 2.25 കോടി. എനിക്ക് ഒരു ഇപ്പോഴത്തെ വാല്യൂഷൻ എനിക്കൊരു 3 വർഷത്തിനുള്ളിൽ 2.25 കോടി ഐ ഹാഡ് ടു പുട്ട്. ബട്ട് ആൻഡ് അപ്പോൾ എനിക്കെന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് നമുക്കൊരു കോൺസെപ്റ്റ് ഇല്ലേ, നമുക്കൊരു FD ഇടാം. FD ഇടുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ദുബായ് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഒരു പാർട്ട്ണറായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അല്ലേ, ഇമാർ പറയുമ്പം ടെക്നിക്കലി ഇൻവെസ്റ്റിംഗ് വിത്ത് ദ ഗവൺമെൻറ്. ഐ ബിലീവ് ഇൻ ദ ഗവൺമെൻറ്. ഫെയർ, കറക്റ്റ്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ പാർട്ടായിട്ട്. ആൻഡ് നൗ ബൈ ദ ടൈം ദ പ്രോജക്റ്റ് വാസ് റെഡി, എനിക്ക് ഓഫേഴ്സ് കിട്ടാൻ തുടങ്ങി. ബിക്കോസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് ഓൾമോസ്റ്റ് 3.5 വരെ എനിക്ക് ഓഫേഴ്സ് കിട്ടാൻ തുടങ്ങി. ഞാൻ ഇട്ടിരിക്കുന്നത് 2.25 കോടി. കറക്റ്റ്. ഐ എം ഗെറ്റിംഗ് ഓഫർ ഓഫ് ക്ലോസ് ടു 1 to 1.5 million more. I'm getting offers. So I've put 900 and I'm getting up. How do I explain that? 900,000 ഇട്ടു.
ഇപ്പോൾ കിട്ടുന്നത് 1.5 മില്യണിന്, അപ്പോൾ 600,000 അപ്പോൾ യു ഹവ് ഗോട്ട് ഓൾമോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ പകുതി 50% ലാഭം കിട്ടിക്കഴിഞ്ഞു. 50 അല്ല 900 ഇട്ടിരിക്കുന്നത്. 900 ഇട്ടു, എനിക്ക് 1.5 ലാഭമല്ലേ. ബട്ട് യുവർ ടോട്ടൽ വാല്യൂ 1.5 അല്ലേ വരുന്നത്? അല്ല, ടോട്ടൽ വാല്യൂ 3.5 വരുന്നു. എൻ്റെ ടോട്ടൽ അപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് 1.8 അല്ല 100 അല്ലേ ഇട്ടിരിക്കണം, പക്ഷെ ഫുൾ എമൗണ്ട് എടുക്കുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാൻ നോക്കുക. കറക്റ്റ്. അപ്പോൾ 900 ഇട്ടു. അങ്ങനെ എക്സിറ്റ് ചെയ്യുമ്പോൾ എത്ര? പ്രീമിയം ഇസ് 1.5. ഓ യെസ് യെസ്, പ്രീമിയം ഇസ് 1.5. അപ്പോൾ യു ആർ ടോക്കിംഗ് അബൌട്ട് ക്ലോസ് ടു 3 കോടി രൂപ. ഞാൻ 2 കോടി രൂപ ഇട്ടിട്ട് എനിക്ക് 3 കോടി രൂപേൻ്റെ പ്രോഫിറ്റ്, റൈറ്റ്? എക്സ്ക്ലൂഡിംഗ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ്. എക്സ്ക്ലൂഡിംഗ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ്. മാജിക് ഓഫ് ദുബായ്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് പറ്റി സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ വെരി ഡൈനാമിക് മാർക്കറ്റ്. ആ സമയത്ത് ഇങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഓഫേഴ്സ് കിട്ടാൻ, പക്ഷേ പോസിബിൾ ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് ഞാനൊരു വാർണിംഗ് അല്ല, അഡ്വൈസ് ആയിട്ട് ഞാൻ പറയാണ്. ഒരുപാട് ഏജൻസ് മാർക്കറ്റിൽ വന്നിട്ട് ഷാർജ അല്ലെങ്കിൽ മംസർ അങ്ങനത്തെ ഏരിയയിലൊക്കെ എടുത്ത് ഈ അപ്പാർട്ട്മെൻറ്റ് നിങ്ങളുടെ 30,000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇടൂ, 5,000 മാസം വെച്ച് കൊടുക്കൂ, അല്ലെങ്കിൽ 3,000 മാസം വെച്ച് കൊടുക്കൂ. ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞ കഥ എല്ലാ ഡെവലപ്പറിൻ്റെയും എല്ലാ പ്രോജക്റ്റിലും ശരിയാവില്ല. ഈവൻ ഇപ്പോൾ ഒരു വലിയ ഡെവലപ്പർ എടുത്താൽ പോലും, ഇമാർ എടുത്താൽ പോലും, ഇമാറിന് ഒരു 150 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പെർഫോം ചെയ്യണം വളരെ കുറച്ച് പ്രോജക്റ്റ്. അവിടെയാണ് കൺസൾട്ടൻസിൻ്റെ എന്താ പറയുക നോളജും ആ ഒരു സ്റ്റഡി ആൻഡ് സ്ട്രാറ്റജി ഇതിൽ വരുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഒരു പ്ലേഗ് പോലെയാണ്. എല്ലാവരും ഇവിടെ വരിക, ഏജൻ്റ് ആവുക, ഒരു ചീപ്പ് പ്രോജക്റ്റ് എടുക്കുക, അതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് കുറവായിരിക്കും, നിങ്ങളിപ്പോൾ ഇത്ര ഇടൂ, വിറ്റ് കഴിഞ്ഞാൽ ഇത്രയും കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ട്. ദയവ് ചെയ്തിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാതെ, പ്രോജക്റ്റ് സ്റ്റഡി ചെയ്യാതെ, ഡെവലപ്പർ സ്റ്റഡി ചെയ്യാതെ ഡോണ്ട് പുട്ട് യുവർ മണി ഇൻ ദിസ് മാർക്കറ്റ്. ഈ പറയണ കാര്യം പലപ്പോഴും അവസാനം വിൽക്കാൻ നോക്കുമ്പോൾ ഈ പ്രൈസ് പോയിൻ്റ് ഇത്രയും ചെറുതായതുകൊണ്ട് ഒരുപാട് സപ്ലൈ വരും. അവസാനം ആ സമയത്തിന് ഫുൾ എമൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണ് ഇതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും സെല് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഓവർ സപ്ലൈ വരും ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് യു വിൽ നോട്ട് മേക്ക്. സോ ഈ ഒരു സ്റ്റോറി എടുത്തിട്ട് ദുബായിൽ ഏത് പ്രോജക്റ്റിലും ആ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അല്ല, ഞാൻ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു 3 കോടി ഉണ്ട്. അപ്പോൾ ഈ 3 കോടി എടുത്തിട്ട് ആ സമയത്ത് വീണ്ടും എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഓക്കെ, സോ ദുബായ് പ്രോപ്പർട്ടീസ് വീണ്ടും ഗവൺമെൻറ് ഡെവലപ്പറാണ്. ഇമാർ അല്ല, പക്ഷേ ദുബായ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആസ് പ്രോമിനൻറ്റ് ആസ് ഇമാർ, പക്ഷേ ദുബായ് പ്രോപ്പർട്ടീസും കുറേ നല്ല പ്രോജക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. JBR, ഈ മുഡോൺ എന്ന് പറഞ്ഞിട്ട് ആരബിൽ ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റീസ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ദേ വർ കമ്മിങ് വിത്ത് പ്രോജക്റ്റ് കോൾ വില്ലനോവ. ഇപ്പോൾ കുറച്ച് നാട്ടിൽ അറിയണ ആൾക്കാർക്ക് ഫേമസ് ആണ്. വില്ലനോവയിലൊരു മല്ലുനോവ ഉണ്ട് ഇപ്പോൾ. വില്ലനോവ അന്ന് 1.45 million വി കുഡ് ഗെറ്റ് എ 3-bed ടൗൺ ഹൗസ്. ഓക്കെ, 1.45 million ബിൽട്ടപ്പ് ഒരു 1,800-2,000 ബിൽട്ടപ്പ്. മലയാളികളാണ് ആ താഴത്ത് കമൻറ്റ് വരും, സ്ക്വയർ ഫീറ്റ് മെൻഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. ഒരു നല്ല കൺസൾട്ടൻറ്റ് നമ്മളുടെ ഫീൽഡല്ലേ. ഐ ഫോട്ട് ടു ഗെറ്റ് എ യൂണിറ്റ് ഓൺ ദ പാർക്ക്. ഇത് മെയിൻ പാർക്കിൽ ഒരു ഈ കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ പാർക്സ് ഉണ്ടായിരുന്നു. ചെറിയൊരു പോക്കറ്റ് പാർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു പോക്കറ്റ് പാർക്ക്, പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിരുന്നു. ഇത് ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യാം. ഓക്കെ, 1.45 റെസ്റ്റ് ഞാൻ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ടു മൈ ബിസിനസ്. അപ്പോൾ നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യാൻ ഓൾ ദാറ്റ് വി യൂസ് ദാറ്റ്. പ്ലീസ് ചെക്ക് ദ ലിങ്ക് ബിലോ. അപ്പോൾ നൗ ആ വീട് ഈ ഒരു കോൺഫ്ലിക്റ്റ് മാർക്കറ്റിൽ പീപ്പിൾ ആർ ഓൺ മൈ ബാക്ക്. ഇടയ്ക്ക് വെച്ച് 3.3, 3.4 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാർക്കറ്റിൽ 3 million എനിക്ക് ഡെയിലി ഓഫേഴ്സ് വരുന്നുണ്ട്. സോ 1.45 million എത്രയായിരിക്കും ഇൻ റുപ്പീസ്? 1.45 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ടോക്കിംഗ് അബൌട്ട് അറൌണ്ട് 3.5 crores. And so 3.5 crores became 7 crores. Yeah, and now you're talking about ഇപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ യു സെഡ് 3 million, right? 3 million എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. 5 കോടി എന്ന് പറഞ്ഞാൽ 7 കോടി. ഇവിടെ ഞാൻ അഗൈൻ ഐ എം കമ്മിങ് ബാക്ക് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ഓൺ എക്വിറ്റി. ഇതും 50-50 പേയ്മെൻറ്റ് പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടേൺ ഓൺ എക്വിറ്റി ഗെയിം കളിച്ചെങ്കിൽ ഐ വുഡ് ഹവ് മെയ്ഡ് എ ലോട്ട് ഓഫ് മണി. പക്ഷേ ഇത് താമസിക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, നൗ ഐ ടെൽ യു അനദർ ടൂൾ. ഓക്കെ, വിൽ ഇവൻച്വലി കം ടു ROI ഓൾസോ. നൗ എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ, ആൾക്കാർ അറിയാത്തൊരു ടൂളാണ് എക്വിറ്റി റിലീസ്.
എന്ന് വെച്ചാൽ സപ്പോസ് ഞാനൊരു 1.45 million വീട് വാങ്ങിക്കുകയാണെങ്കിൽ ഓക്കെ റെഡി ആകുമ്പോൾ ലെറ്റ്സ് സേ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ 3 million ആണ്, ദിർഹംസിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ബാങ്ക് എനിക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ദിൽ ഗിവ് മി 60% മണി ഓൺ 5%. 60 ആണോ 80 ആണോ അതിൻ്റെ ഒരു ഡിപ്പെൻസ്. ഓക്കെ, bare minimum but you'll get 60%. 60 is minimum. Okay. കിട്ടും. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് മാർക്കറ്റിൽ ഐ യൂസ്ഡ് tools like these, okay, to get into the next investment. To get it. So first, to make your first serious money, I used leverage trading. I used return equity. Okay. ഇപ്പം എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെ ഞാനിപ്പോൾ 40 വയസ്സായി, ഒരു 50 വയസ്സിൽ എനിക്ക് റിട്ടയർ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. സോ നൗ ഐ എം ഹെഡിങ് ടുവേർഡ്സ് 2 things. ഞാൻ പറഞ്ഞില്ലേ, മില്യനേഴ്സ് യൂസ് സർട്ടൻ ടൂൾസ്, ലെവറേജ് ട്രേഡിംഗ്, റിട്ടേൺ എക്വിറ്റി, ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് നമ്മുടെ വീട് വാങ്ങിച്ചിട്ട് റെൻ്റ് എടുക്കുക. ഓക്കെ, FDനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ROI. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും റീസെൻ്റ്ലി ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. അപ്പോൾ ഞാൻ 6,000 ദിർഹമാണ്. അപ്പോൾ ഇനീഷ്യലി ഞാൻ 60,000 ദിർഹം കൊടുത്തു. ഓക്കെ, 60,000 ദിർഹം പറഞ്ഞാൽ എത്രയാണ്? ഒരു 15 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്. ഞാൻ ഒരു 15 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പം ഞാൻ എല്ലാ മാസം 6,000 ദിർഹം കൊടുക്കും. ഞാനൊരു ഫ്രണ്ട്, അപ്പോൾ അവനും 15 ലക്ഷം ഇട്ടു, ഞാൻ 15 ലക്ഷം ഇട്ടു. അവൻ എനിക്കൊരു ക്ലാസ് തന്നിരുന്നു കഴിഞ്ഞ ആഴ്ച, എങ്ങനെയെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോൾ വിളിക്കട്ടെ മാക്കിൽ, ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം കംപ്ലീറ്റ്ലി ലിബറേറ്റ് ഔട്ടാണ്, ഇപ്പം എനിക്ക് പറ്റില്ല. And then he explained this to me. It's very interesting. It's very interesting, right? See, because ഇതിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഡെമാക്കിലൊരു പ്രശ്നമുണ്ട്. ഓക്കെ, but I'm aware of that problem. Okay, see again knowledge. ഡെമാക്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെമാക്ക് ഭയങ്കര ഓവർ സപ്ലൈഡ് ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയിൽ 6,000 അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ പേഴ്സണലി എനിക്കിങ്ങനെ ഓവർ സപ്ലൈഡ് കമ്മ്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. പക്ഷേ ഈ ഒരു മാർക്കറ്റിൽ ഐ ഡോണ്ട് വോണ്ട് ടു റിസ്ക് മൈ മണി വിത്ത് എ tier 2 ഡെവലപ്പർ. ഹുസൈൻ സജ്വാനി ഇസ് ദ റിച്ചസ്റ്റ് അറബ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്. അവർ ഡെലിവർ ചെയ്യും, എനിക്ക് സാധനം കയ്യിൽ കിട്ടും. ഓക്കെ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു 7 to 8% ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഐ ഹാവ് ടു സ്റ്റാർട്ട് ബിൽഡിങ് എ പോർട്ട്ഫോളിയോ ഓഫ് പ്രോപ്പർട്ടീസ്. നമുക്കൊരു ഹെഡ്ജ് ആവണ്ടേ. നെറ്റ് എത്ര കിട്ടും? 7% കിട്ടും എനിക്ക് ഈസി. അത് കൺസർവേറ്റീവ് ഫിഗർ ആണ്? റിയലിസ്റ്റിക് ഫിഗർ, കൺസർവേറ്റീവ് ആൻഡ് റിയലിസ്റ്റിക് കിട്ടും. മിനിമം, ഞാൻ മിനിമം പറയാം. ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ദർ ആർ പ്രോജക്ട്സ് വിച്ച് വിൽ ഗിവ് യു 10% നെറ്റ്, 3.5 to 5.5% കിട്ടും. ഇത് 7% ആണ്. ഈ നമ്പേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജനറൽ ഒരു തിങ്കിങ് ഇല്ലേ, ദുബായിൽ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട് 12% ഒക്കെ റിട്ടേൺസ് കിട്ടുന്നുണ്ട്. സോ ഐ വാണ്ടഡ് ടു ഹൈലൈറ്റ് ദിസ് ഇസ് 7% വിച്ച് യു ആർ ഷുവർ യു വിൽ. കറക്റ്റ്. ഓക്കെ, സി അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ 17% വരെ ഒരാൾക്ക് അച്ചീവ് ചെയ്യും യൂസിങ് ദ ടൂൾ ഓഫ് Airbnb. ഓക്കെ, ഐ യൂസ്ഡ് എക്വിറ്റി ഇൻവെസ്റ്റഡ്, ഐ യൂസ്ഡ് ദ ബാങ്ക്, and I used Airbnb. I used 3 tools to achieve 17%. Okay? 3 tools. ഞാൻ പറഞ്ഞില്ലേ, millionaires use these tools. Billionaires അവർ ചെയ്യണത് they build companies and they sell them. അവിടെയാണ് this venture capitalist from US. അപ്പോൾ എൻ്റെ പാർട്ട്ണർ പറഞ്ഞ ഒരു Taiwanese Chinese from the US ആണ്. Last year he sold 2 companies. One was for $12.8 billion and one was for $9.8 billion. ഇതിൻ്റെ റുപ്പീസ് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയില്ല. വലിയ എമൗണ്ട് ആണ്. കറക്റ്റ്. അപ്പോൾ സി വെൻ യു ഹിയർ ഇലോൺ മസ്ക് ട്രില്യണയർ ആയി, ഓക്കെ, ഇങ്ങനത്തൊക്കെ കേൾക്കുമ്പോൾ ദാറ്റ് ഡസൻ മീൻ ഹി ഹാസ് $1 trillion in cash. ഇറ്റ്സ് ഓൾ എ ഗെയിം ഓഫ് ഇവാലുവേഷൻസ്. ഹീൽ ഹാവ് അതിൻ്റെ ഒരു 0.1% ക്യാഷ് ആയിരിക്കും ആളുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, I'm not saying he's poor. I'm saying that he'll probably have one or two billion dirhams in $1 billion. ആ ഒരു ധാരണ ഇത്രയും ട്രില്യൺ ബാങ്കിൽ പോയി ബാങ്കിൽ ഇരിക്കുകയാണ്. ഒരു ട്രില്യൺ അക്കൗണ്ട് അത് FDയിൽ ഇട്ടാൽ എത്ര ഇരിക്കും? അയ്യോ, അത് FD ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിട്ടും. പിന്നെ എനിക്ക് കാർ മേടിക്കാം, എനിക്ക് എത്ര പൂജയുള്ള. So when you see all these people, ഇവനും ബില്യണർ ആയി, ഇവന് ഇത്ര ഈസിയാണോ? ബില്യണർ ആയതല്ല, അത് വാല്യുവേഷൻ ആണ്. മനസ്സിലാവും? അപ്പോൾ ഇറ്റ്സ് നോട്ട് ലിക്വിഡിറ്റി ബട്ട് ഇറ്റ്സ് അഗൈൻ നോളജ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഗ്രോസ് റവന്യൂ എന്ന് പറഞ്ഞാൽ 2,500 കോടി. നൗ ഇഫ് ഐ കീപ് ഹാവിങ് ഓഡിറ്റഡ് റിപ്പോർട്ട്സ്, ഓക്കെ, എവറി ഇയർ ഐ ക്യാൻ പിച്ച് മൈ കമ്പനി ടു എ കമ്പനി ഇൻ സിലിക്കോൺ വാലി ദാറ്റ് എനിക്ക് ഇത്രയും റവന്യൂ കിട്ടുന്നുണ്ട്.
അപ്പോൾ ആ 10 years റെവന്യൂ മോഡൽ വെച്ചിട്ട് ദേ വിൽ ഗിവ് എ വാല്യൂ ആൻഡ് ദേ ആർ വില്ലിംഗ് ടു ബൈ യുവർ കമ്പനി ഇഫ് യു റൺ. അപ്പോൾ ദാറ്റ് ഇസ് ദ ഫൈനൽ ഗോൾ. സോ ദീസ് ആർ സം ടൂൾസ് that we can use, but I think we'll have to go a little more detail. So these are like, this is what I wanted to educate everyone. ROI endana ariyanam, ROE endana ariyanam, equity release endana ariyanam, how to use a bank to increase your portfolio. Now this is another thing, I don't know if Indians നമ്മുടെ മലയാളിക്ക് അറിയാം that you know we can use banking use ചെയ്യാൻ പറ്റുന്ന. I don't think a lot of people know. ഇല്ല, ഇപ്പോഴും ഒരു ധാരണയുണ്ട്, നാട്ടിലെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഇവിടെ നമുക്ക് ലോൺ റേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ടാക്സ് ഫയൽ ചെയ്യണ സ്ട്രോങ് പേപ്പേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ലോൺ. കറക്റ്റ്. സോ അത് ഇപ്പോഴും ഒരു മിസ്കോൺസെപ്ഷൻ ഉണ്ട്, എല്ലാം ക്യാഷ് റെഡി ആയിട്ട് ബാങ്കിലിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാരണ ഉണ്ട്. ഇല്ല, യു ക്യാൻ ആക്ച്വലി ഗെറ്റ് എ ലോൺ. എനിക്ക് മറ്റൊരു പോയിന്റിലേക്ക് ഇത് വേണം. നമ്മളൊരു മുമ്പത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം. I want to again deep dive a small part into it. നമ്മൾ ആ ഒരു സോ കോൾ ഡെവലപ്പർ എ എന്ന് വിളിക്കാം. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തിട്ട് സംസാരിക്കാം. അവരൊരു ചെറിയ ഡെവലപ്പർ ആയതുകൊണ്ട് 1.2 ആണ് അവരുടെ 2 bedroom. ഓക്കെ, നമ്മൾ ഈ റൊണാൾഡോ, ഷാറൂഖ് ഇവരൊക്കെ വീട് മേടിച്ച പ്രീമിയം ഹൈലി ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഏരിയയുടെ അടുത്ത് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡെവലപ്പർ ഉണ്ട്. പേര് വേണമെങ്കിൽ യു ക്യാൻ മെൻഷൻ. യു ഹാവ് Zaya. You have done എത്രയോ, how many millions have you sold there? I think in the last quarter we have crossed 50 million. Okay, 50 million dirhams ആണ്. അവരുടെ പേയ്മെൻറ്റ് പ്ലാൻ 25% now 75 on ഹാൻഡ് ഓവർ ആണ്. 2 bedroom ഏകദേശം 2 million രൂപ വരും. 2 bedroomൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് ടു അറൗണ്ട് 500,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ബിൽഡറിൻ്റെ 70-30 പേയ്മെൻറ്റ് പ്ലാനിനെക്കാട്ടും ഔട്ട്ഫ്ലോ ഓഫ് മണിയെ നിങ്ങൾക്ക് വരുന്നുള്ളൂ. പക്ഷേ Zaya being such a strong presence and അവരുടെ ഇതിനു മുമ്പ് ചെയ്ത ദിസ് തിങ്, അതിൻ്റെ റിട്ടേൺസ് ഇസ് ലൈക്ക് ഓൺ എ ക്രേസി ദിസ് തിങ്. ഇവിടെ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. 1 bedroom ആണ് 2 million. അല്ല, പക്ഷെ ഞാൻ അതിലേക്കല്ല എത്തുന്നത്. ആ 1 bedroom 2 million എടുത്താലും 2 bedroom 1.0 എടുത്തു കഴിഞ്ഞാലും പൈസ ഇവിടെ ഉണ്ടാക്കുക. പൈസ വേർ വിൽ യു പുട്ട്? ബിക്കോസ് അവിടെ ആ മറ്റേ കേസിൽ ആ 1.2 ഈ 3 വർഷം കൊണ്ട് 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he'll be already paying 950K. See, there are several mistakes. Let me explain. അപ്പോൾ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ a lot of people എയർപോർട്ട് വരണ്ടേ ഒരു കാട്ടിലൊക്കെയാണ് ഈ 1.2 million പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഒരു ഡെവലപ്പർ തന്നെ 40,000 യൂണിറ്റ് ഒരു പ്രോജക്റ്റിൽ കൊണ്ടുവരുന്ന. ദാറ്റ്സ് ജസ്റ്റ് വൺ പ്രോജക്റ്റ്. അതാണ് സെനാറിയോ ഇപ്പോൾ. അപ്പോൾ ലൈക്ക് ഒരു 2 ലക്ഷം അപ്പാർട്ട്മെൻറ്റ്സ് ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അത് കാരണം നിങ്ങൾക്കത് 1.2 million കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഇറ്റ്സ് ഓപ്പോസിറ്റ് Palm Jebel Ali, which is അപ്പോൾ RV പറഞ്ഞ സ്ഥലം, ലൈക്ക് ദ പ്ലേസ് പാം ജുമേറ ഇസ് ദ പ്ലേസ് വേർ അംബാനി 600 million വാങ്ങിച്ച വീട്, ഷാറുഖ് ഖാൻ, റൊണാൾഡോ ഒക്കെ ദ ടോപ്പ് ലൈക്ക് ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദുബായ് താമസിക്കുന്ന സ്ഥലമാണ് പാം ജുമേറ. അതിൻ്റെ ഒരു മോഡിഫൈഡ് അപ്ഗ്രേഡഡ് വേർഷനാണ് പാം ജബൽ അലി. ഹ്യൂജ് വേർഷൻ ഓഫ് ഹ്യൂജ്. സോ പാം ജബൽ അലി, let's say it's on now ഇത് മാത്രമല്ല, so this community is on Sheikh Zayed Road. Sheikh Zayed റോഡിനെക്കാളും കൂടുതൽ പ്രൈമായ ലൊക്കേഷൻ ഇല്ല. നമ്മൾ പണ്ട് നാട്ടിലെ MG റോഡ് എന്ന് പറയുന്ന പോലെ എപ്പോഴും സിറ്റിയിൽ ഒരു MG റോഡ് ഉണ്ടാവും, വിച്ച് ഇസ് ദ മോസ്റ്റ് പ്രോമിനന്റ് റോഡ്. ദാറ്റ് ഇസ് ഷെയ്ഖ് സായിദ് റോഡ്, ദ പവർ കോറിഡോർ ഓഫ് ദുബായ്. ദിസ് ഇസ് ഹൗ വി അസസ് എ പ്രോപ്പർട്ടി. ദെൻ പറഞ്ഞില്ലേ Zaya എന്ന് പറഞ്ഞാൽ is a powerhouse of two extremely powerful individuals. ഒന്ന് Nadia Zal, extremely powerful Emirati entrepreneur who developed a community called Al Barari. Al Barari എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ ദുബായ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 300% വരെ അപ്രീഷിയേറ്റ് ചെയ്ത പ്രോഡക്ട്സ് ആണ്. ലൈക്ക് അവിടെയും ലൈക്ക് ഒരു ക്രെം ഡെല്ല ക്രെമിൻ്റെ മലയാളം എന്താണ്? ഏറ്റവും ക്രീം. അപ്പോൾ അവിടെ ഒക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അൽ ബറാരി. ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ്
one of the most beautiful community in Dubai. Okay, അത് ഡെവലപ്പ് ചെയ്താണ് നാദിയ സാൽ. ആൻഡ് her partner, her husband, is Kabir Mulchandani, the man behind the five, the genius again. So ഇങ്ങനത്തെ ആൾക്കാരെ we can to partner with such people. See, now what is the concept? We should not, നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാത്രം ഫോക്കസ് ചെയ്യാണ്ട്, when you're entering an international market, study the market. If you have an opportunity to partner, നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ, ഒരു വീട് വാങ്ങിക്കുമ്പോൾ, you're partnering with that developer, correct? Like അവർ പെർഫോം ചെയ്താലേ നിങ്ങൾ കാശുണ്ടാക്കുള്ളൂ. So let's suppose Zaya അല്ലെങ്കിൽ ഇമാർ is building a project worth 100 billion. നമ്മളൊരു 5 million പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ബൈയിങ് എ സ്റ്റോക്ക്. കറക്റ്റ്. യുവർ പുട്ടിങ് യുവർ ബെറ്റ്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നല്ലൊരു കമ്പനീൻ്റെ, നമ്മൾ ആപ്പിളിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കും, ടെസ്ലൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കും. ഇപ്പോൾ ജെഫ് ബെസോസ് ഇസ് ഗോണ സ്റ്റാർട്ട് Prometheus, if it launches, yes, we'll consider buying the stock, right? Yeah. Why don't people apply this concept to real estate? Why do you act stupid when it comes to real estate? അതാണ് പ്രശ്നം. That കാറ ഡെവലപ്പേഴ്സ്, പക്ഷേ നമ്മൾ 5 ലക്ഷത്തിന് നമ്മൾ വീട് തരുമെന്ന് പറയുമ്പോൾ കാറ കൊള്ളാം അല്ലേ? അതല്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ഡെവലപ്പർ എന്ത് ചെയ്തു, എന്താണ് അവരുടെ ഡയറക്ഷൻ, ഒന്നുമില്ല. യു സെഡ് ഇറ്റ്സ് എ സ്റ്റോക്ക്, ഇറ്റ്സ് എ ഫിസിക്കൽ സ്റ്റോക്ക്. It's a stock. Yeah, but nobody studies what's happening on the back end of it. Tools. You need to understand tools. This developer, ആ ഒരു ഫുൾ പ്രോജക്റ്റിൽ 5 million square foot സ്ഥലം, 1 million square foot സ്വിമ്മബിൾ പൂൾസ്, 1 million square foot ഏത് ഡെവലപ്പർ ചെയ്യാൻ പറ്റും? ഈ 5 million square foot സ്ഥലത്തിൽ ഒരു 550 അപ്പാർട്ട്മെൻറ്റ്, 565 to be exact. ചെയ്യില്ല ആരും. Now this exclusivity, scarcity makes you money. And adinalle 35% open greenery in that. Is it 35? 70%. So I understood it different. 70% landscape. 5 million square foot landil ആകെ 565 അപ്പാർട്ട്മെന്റ്സ്. 560 അപ്പാർട്ട്മെന്റ്സ്. It is villas you're talking. 565 mixture of apartments, villas and townhouses. 500 in total. 70% ലാൻഡ്സ്കേപ്പിംഗ്. അപ്പോൾ ബറാരി ഇത്ര വലിയ സക്സസ് എന്തായിരുന്നു? 60% ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ നീന്തപ്പനയല്ല എന്ന് പറഞ്ഞാൽ 5 ഏക്കർ സ്ഥലത്ത്, അപ്പൊ 5 ഏക്കർ സ്ഥലത്ത് 1.5 ഏക്കറിലെ കൺസ്ട്രക്ഷൻ ഉള്ളൂ, ബാക്കി മൊത്തം കാടാണ്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണ്. അതാണ് ബറാറി. അതെ, എക്സാക്ട്ലി. മറ്റേ എന്താ കേരളയുടെ ഊഷ്മളതയും എന്താണ് ഹരിതാപവും കാണണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വീട് എടുത്താൽ മതി. യു കെൻ ദുബായില് പൈസ ഉണ്ടാക്കാം. ദുബായിലെ ലൈഫ് സ്റ്റൈൽ ഇതും എന്താ കണ്ടിട്ട് ഊഷ്മളതയും ഈ ഹരിതാപവും അനുഭവിക്കാം. കറക്റ്റ്, ഹരിതാപം. നമ്മുടെ മലയാളം അത്ര ഇതല്ലാത്തോണ്ട് സോ ഈ നോളജ് വിൽ മേക്ക് യു മണി. ഇറ്റ്സ് ടൈം ദാറ്റ് നമ്മൾ കുറച്ച് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ളൊരു സമയമായി. വേർ ഇറ്റ് ഷുഡൻ ബി ജസ്റ്റ് ഓക്കെ എന്നെ മോനെ ഡോക്ടർ ആക്കണം, എൻജിനീയർ ആക്കണം. കുറച്ചൊരു ഓൺട്രപ്രണർഷിപ്പ്, ഒരു ബിസിനസ് മാൻ, നമുക്ക് എന്തൊക്കെ ബിസിനസ് തുടങ്ങാം. ഐ തിങ്ക് അതും നമ്മൾ വിൽ സ്റ്റാർട്ട് വെരി സൂൺ. ഏതൊക്കെ ബിസിനസ് വാങ്ങിക്കാം, ഏതൊക്കെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫ്യൂ ഏരിയാസ് ഗവൺമെൻറ് ഒരുപാട് ഇൻസെൻറ്റീവ്സ് തരുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട്. വിൽ ഷോ ലൈറ്റ് സോ ദാറ്റ് നാട്ടിൽ ചിലപ്പോൾ നിങ്ങൾ അതേ ഇൻഡസ്ട്രിയിലായിരിക്കും. ദെൻ യു ക്യാൻ തിങ്ക് ടുവേർഡ്സ് ഇറ്റ്. യുനോ കഴിഞ്ഞ ഈ 2 മാസം മുമ്പ് ഗവൺമെൻറ് ഒരുപാട് എമൗണ്ട് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇൻസെൻറ്റീവ്സ് ആയിട്ടും. ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്ന നാട്ടിലെ പോലെയല്ല, ഇവിടെ കാശ് ആക്ച്വലി ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ദേ വിൽ ആക്ച്വലി ലൈക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റിന് ഇടയ്ക്കല്ലേ I was shocked. Mamzar beach they invested 550 million dirhams to make the beach more beautiful. നമ്മുടെ നാട്ടിൽ അങ്ങനെ പോസിബിൾ ആണോ? ചാവക്കാട് ബീച്ച് ഇന്നും അതേപോലെയാണ്. വ്യത്യാസമുണ്ട്. മറ്റേ ആലപ്പി കൊച്ചിൻ നമ്മൾ ട്രിവാൻഡ്രം മുമ്പ് ആലപ്പി ബൈപ്പാസ് അത് അവർ ശരിക്കും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 25 വർഷം കൊണ്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. ഓ വെരി നൈസ്, അമേസിങ്. അപ്പൊ ആ ഒരു വിളിക്കുകയാണെങ്കിൽ അവനെ വിളിച്ചു. ഇവിടെ ഒരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ പറയാം. എനിക്കൊരു ചെറിയ സർജറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഞാൻ പോയാണ് കേട്ടോ. സർജറിക്ക് വേണ്ടി നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞു. വിത്തിൻ 45 days അത്രയും പെട്ടെന്ന് ഇവിടെ ചേഞ്ചസും ഡീവിയേഷനും. അതാണ് ഒരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, ഹെസ സ്ട്രീറ്റ് പറഞ്ഞിട്ട്. അപ്പോൾ മേജർ ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും ഉണ്ട് അല്ല, സോറി സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മേജർ സ്കൂൾസ് ഒക്കെ ഉള്ള ഒരു ടോപ്പ് സ്കൂൾസ് ഒക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്. ആൻഡ് മേജർ വില്ല കമ്മ്യൂണിറ്റീസ്, മേജർ ഫാമിലീസ് താമസിക്കുന്ന സ്ട്രീറ്റാണ് ഹെസ സ്ട്രീറ്റ്. ഭയങ്കര പ്രശ്നമായിരുന്നു ട്രാഫിക്കിൻ്റെ.
Now, as soon as they said, okay, there's traffic issues, and now if you go through Hesse Street, there's no traffic. They fixed the flyover. But എൻ്റെ ഒരു again ഒരു മലയാളി ഫാമിലി താമസിക്കുന്ന സ്ഥലമാണ് മീര ഇമാറിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഹസ്ബൻഡ് എമിറേറ്റ്സിലാണ്, വൈഫ് ഒരു വക്കീലൊക്കെ ആണ്, പക്ഷേ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. വലിയ പറയാൻ ഹോങ്കോങ്ങിൽ പോയി UK പഠിച്ചു, പക്ഷേ ഇവിടെ ജോലി തപ്പിക്കൊണ്ട് സെയിം ഇവിടെ ഇനി ആലോചിക്കുക. എന്നോട് ഞാൻ ജോക്കിങ്, ഓക്കെ, കൊല്ലരുത് രാധ. പക്ഷേ അത് ഹോങ്കോങ്ങിൽ താമസിച്ചു, UK ഡിഗ്രി എടുത്തു, UK പഠിച്ചു, ഇവിടെ വന്നു. എടാ 1.5 വർഷമായിട്ട് ജോലി അന്വേഷിക്കണം, ജോലി കിട്ടിയിട്ടില്ല. സോ ബട്ട് ലക്കിലി ഹസ്ബൻഡ് നല്ലൊരു എമിറേറ്റ്സിൽ IT നല്ല ജോലിയൊക്കെ സ്റ്റേബിൾ. അപ്പോൾ സോ മീരയിലാണ് താമസം. മീരാസ് ഓൺ ദിസ് ഹെസ സ്ട്രീറ്റ് പറഞ്ഞ സ്ഥലം. ലോയറാണോ? അല്ല, അയാൾ IT. ഭാര്യ ഈ ജോലിയില്ലാത്ത വക്കീൽ. ആർക്കെങ്കിലും ഒരു വക്കീലിന്റെ ജോലി നല്ല ഇന്റലിജന്റ് ചിന്തിക്കാതെ ഇവിടെ പ്രോപ്പർട്ടി മേടിച്ച് പണി കിട്ടുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് രാധയെ കണക്ട് ചെയ്ത് നമുക്ക് വേണേ രാധൻ നമ്മുടെ ടീമിലെ ചേർക്കാല്ലേ. സൂപ്പർ പണി കിട്ടിയ മലയാളികൾക്ക്. യെസ്, രാധ കൊല്ലും. Okay, so point is that now from Meera to Madina Burj Al Arab vare it takes me 10 minutes. It's amazing, you know. So ടൗൺ സ്ക്വയറിലും ഇതേപോലെ ട്രാഫിക് ഇഷ്യൂ ആയിട്ട് ഐ തിങ്ക് they've done ഭയങ്കര അതാണ് കമ്മ്യൂണിറ്റിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി സൊല്യൂഷൻ വന്നു. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് എന്താ ബിസിനസ്സസ് എന്താണ് അടുത്ത എപ്പിസോഡ്? അത് നമ്മൾ ഷുഡ് വി ഗെറ്റ് ഇൻ ടു മോർ റിയൽ എസ്റ്റേറ്റ് or should we get into that whole model I was talking about, subleasing, residential subleasing, industrial subleasing, which businesses to open? Because see, again, my objective of this entire podcast is I want to encourage നമ്മുടെ മലയാളികളെ to come here, set up some sort of business, build your portfolio, diversify your income. അതാണ് diversify your portfolio. ഐ തിങ്ക് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ആളിക്കത്തുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ഐ തിങ്ക് അതിൽ ടച്ച് ചെയ്യണം. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് ഇത് ഓപ്പണായിട്ട് ചിന്തിക്കാൻ വേണ്ടി. മറ്റേത് ഐ തിങ്ക് കുറച്ചും കൂടിയും സീസൺഡ് ആൾക്കാർക്കാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുബായിനെ പറ്റി സംസാരിക്കപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. അതിന് നമുക്കൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കാം. ഡെവലപ്പേഴ്സ് ഇമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്പർ, വാട്ട് ഇമാർ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഡിഫറൻസ്, why you should not, just because something is cheap, why avoid certain things, you know. Just a general this thing, at least we are not saying that everybody should come to us, but whoever you're going with, at least have basic information so that you don't jump into shit. For next podcast, can we discuss EMAR, past, present, future? Yeah. Past ഞാൻ കവർ ചെയ്യാം. അടുത്ത പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതനുസരിച്ചിട്ട് ഇഫ് ഇറ്റ് ഇസ് എ ഫീസിബിൾ ടോപ്പിക് ഞങ്ങളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. The biggest blessing, I promise you, the biggest blessing you can get is advice from a person who's gone through the struggle. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. So any advice you need, you should communicate. അത് പറയൂ. ഏത് ഡയറക്ഷനാണ്, മേ ബി ഏത് ഡിഗ്രിയാണ്, ഏത് ബിസിനസ്സാണ്, ഏത് ലൊക്കേഷനാണ്, മൾട്ടി എനി ക്വസ്റ്റ്യൻ. ദർ ഈസ് നോ റോങ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇഷ്ടം പോലെ സ്ട്രഗിൾ ചെയ്ത് രണ്ടാൾക്കാർ, ബിസിനസ്മാൻ, എക്സ്പോർട്ട് ബിസിനസ്, സീ ഫുഡ് ബിസിനസ്, ഇൻവെസ്റ്റർ. ഓൾസോ ഗെറ്റ് സ്ട്രൈറ്റ്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ 3 സംരംഭങ്ങൾ, ഐ മീൻ 3 ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്ത ആളാണ്. So my journey has been difficult in different way because same guidance ഇല്ലാത്തത്. Even though ഞാൻ എപ്പോഴും ബിസിനസ് ചെയ്ത് വന്നിട്ട് ഐ എം നോട്ട് ഗോയിങ് ടു സേ ഞാൻ ഒരുപാട് പിന്നെ സ്ട്രഗിൾ ചെയ്തു സ്റ്റാർട്ടിങ് ഫ്രം ഇവിടെയും. പക്ഷേ ഞാനും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഇൻകം ചിലവായിരിക്കാൻ വേണ്ടി ഞാനും കറാമ ബെഡ് സ്പേസിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, ഹാദി ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുണ്ട്. ബട്ട് മൈ സ്റ്റോറി ഈസ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് പെയിൻ പോയിൻറ്റ്സ് നമുക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. യുവർ ജേർണി വെൻ യു try to start with as an employee. അത് ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് 8ൻ്റെ പണി മേടിച്ച ആളാണ് 2-3 പ്രാവശ്യം. സോ അപ്പോൾ കമ്പനിയുടെ പേപ്പറുകളൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഐ ആക്ച്വലി കീപ് ദാറ്റ് ആസ് എ റിമൈൻഡർ, യുനോ, ബിക്കോസ് എൻ്റെ ഫൈനൽ ദുബായിൽ എനിക്ക് ബേസ് വേണം. ദാറ്റ് വാസ് മൈ
8-ന്റെ പണി എൻ്റെ അത്ര ആർക്കും അധികം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ദയവ് ചെയ്ത് അസോസിയേറ്റ് ചെയ്യാതിരിക്കുക, എപ്പോഴും പണി വന്നുകൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇന്ന് എൻ്റെ കമ്പനിയിൽ മില്യനേഴ്സായ 100 million സെയിൽസ് ക്രോസ് ചെയ്ത ആൾക്കാർ പീപ്പിൾ കൊണ്ട് ലീവ് ദുബായ് ബിക്കോസ് അവർ തെറ്റായ ഗൈഡൻസ് കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആൾക്കാർ. ബട്ട് വെൻ ദേ മീറ്റ് ദ റൈറ്റ് പേഴ്സൺ ആൻഡ് യു ഗെറ്റ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ഗൈഡൻസ്, your life changes. So this is an opportunity. 2 genuine people, 2 genuine businessmen who have made it, 2 genuine investors are coming here to give you advice. Adana advantage ningal edukkanam. Don't take it for granted. And don't take Dubai as a place. ഞാനൊരു ട്രെൻഡ് കാണുന്നതാണ്, ഇവിടെ വരിക, കാശുണ്ടാക്കുക, എന്നിട്ട് തിരിച്ചു പോവുക. നിങ്ങൾ എന്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ഔട്ട് ആവുന്നത്. ഈ കൺസിസ്റ്റൻസി ഇല്ലാതെ പോകണം ആൾക്കാർക്ക്. ഇറ്റ് ഈസ് ബിക്കം ലൈക്ക് എ ലോട്ടറി ബൈ ആണ് ഒരു സ്ഥലം പോലെ. സോ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റണം, അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും ഈ ഒരു കേസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇപ്പോഴത്തെ ഈ യങ് ജനറേഷൻ ഉണ്ട്, ഞാൻ കുറച്ച് കാശുണ്ടാക്കും എന്നിട്ട് ഞാൻ ട്രാവൽ ചെയ്യാൻ പോയിട്ട് ഹിമാലയ പോയിരിക്കും. യു ഡോണ്ട് നീഡ് ടു ഗോ ടു ഹിമാലയ ടു എൻജോയ് ബ്ലിസ്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൽ വിൽ ബി ഡിസ്കസിങ് മേജർ ഗാർമെൻറ്റ് ഡെവലപ്പേഴ്സ് ഓഫ് ദുബായ്. I would love to start with Emaar, the developer behind Burj Khalifa, downtown Dubai, Dubai Marina, Arabian Ranches, Emirates Hills. Emirates Hills എന്ന് പറഞ്ഞാൽ is again top community. So I want to our education. I think next podcast we'll start with